അടുത്തത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലുള്ള താരതമ്യമാണ്. കേവല ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്നു വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നു. എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത്. ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കുന്നു. വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം 50% + 1 വോട്ട് ലഭിക്കണമെന്നില്ല. ഉദാഹരണം ബ്രിട്ടൻ ഇന്ത്യയാണ്. പിന്നെ ആനുപാതിക പ്രാതിനിധ്യം. വലിയ ഭൂപ്രദേശത്തെ നിയോജക മണ്ഡലങ്ങളായി നിജപ്പെടുത്തിയിരിക്കുന്നു. ചിലപ്പോൾ രാജ്യം മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലമായിരിക്കും. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നു തന്നെ ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. വോട്ടർമാർ പാർട്ടിക്കാണ് വോട്ട് നൽകുന്നത്. ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു. വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു. ഉദാഹരണം ഇസ്രായേൽ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളാണ്. രാജ്യസഭാ തിരഞ്ഞെടുപ്പാണ് അടുത്തതായിട്ട്. രാജ്യസഭാ തിരഞ്ഞെടുപ്പിനായി പിന്തുടരുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ മൂന്നാമത്തെ വകഭേദമായ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റമാണ്. ഓരോ സംസ്ഥാനത്തിനും രാജ്യസഭയിൽ നിശ്ചിത പങ്ക് സീറ്റുകളുണ്ട്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാന നിയമസഭകളാണ്. സംസ്ഥാനത്തെ MLA-മാരാണ് വോട്ടർമാർ. ഓരോ വോട്ടറും സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ വോട്ട് മുൻഗണനാ ക്രമം അനുസരിച്ച് രേഖപ്പെടുത്തണം. ഒരു സ്ഥാനാർത്ഥിക്ക് നിശ്ചിത ക്വോട്ട വോട്ടുകൾ ലഭിച്ചിരിക്കണം. നിശ്ചിത ക്വോട്ട വോട്ടുകൾ കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം മൊത്തം രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം മൊത്തം തിരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം +1 ആണ്. പിന്നെ ഓരോ സ്ഥാനാർത്ഥിയും നേടിയ ആദ്യ മുൻഗണനാ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വോട്ടുകൾ എണ്ണുന്നത്. എല്ലാ മുൻഗണനാ വോട്ടും എണ്ണി കഴിയുമ്പോൾ നിശ്ചിത പങ്കു വോട്ടുകൾ ലഭിക്കുന്ന സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപിക്കും. പിന്നെ എല്ലാ ഒന്നാം മുൻഗണനാ വോട്ടുകളും എണ്ണിയതിനു ശേഷം ആവശ്യമായ എണ്ണം സ്ഥാനാർത്ഥികൾ ക്വോട്ട നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ ഒന്നാം മുൻഗണനയുടെ ഏറ്റവും കുറഞ്ഞ വോട്ടുകൾ നേടിയ സ്ഥാനാർത്ഥിയെ പുറത്താക്കുകയും അവരുടെ വോട്ടുകൾ ആ ബാലറ്റ് പേപ്പറുകളിൽ രണ്ടാം മുൻഗണനയായി പരാമർശിച്ചവർക്ക് കൈമാറുകയും ചെയ്യും. ആവശ്യമായ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ ഈ പ്രക്രിയ തുടരുന്നു. അടുത്തതായിട്ട് ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിക്കാൻ കാരണം ലളിതമായ നടപടിക്രമങ്ങൾ. രാഷ്ട്രീയത്തെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും പ്രത്യേക അറിവില്ലാത്ത സാധാരണ വോട്ടർമാർക്ക് പോലും ഈ സമ്പ്രദായം വളരെ വേഗം മനസ്സിലാക്കാം. തിരഞ്ഞെടുപ്പ് സമയത്ത് സമ്മതിദായകന് തിരഞ്ഞെടുക്കേണ്ട സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്നു. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഇഷ്ടപ്പെട്ട പാർട്ടിയെ മാത്രമല്ല ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വോട്ടർമാർക്ക് നൽകുന്നു. അടുത്തത് മറ്റ് തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ, പ്രത്യേകിച്ച് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ വോട്ടർമാരോട് പലപ്പോഴും ഒരു പാർട്ടിയെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയും പാർട്ടി ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. തൽഫലമായി ഒരു പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നതും ഉത്തരവാദിത്തമുള്ളതുമായ ഏക പ്രതിനിധി ഉണ്ടാവുകയില്ല. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ സ്ഥിരതയാർന്ന ഒരു സർക്കാർ പ്രദാനം ചെയ്യാൻ അനുയോജ്യമല്ല എന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളുടെ കാഴ്ചപ്പാട്. നിയമനിർമ്മാണ സഭയിൽ എക്സിക്യൂട്ടീവ് ഭൂരിപക്ഷം ആവശ്യമാണ്. വോട്ട് വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാവുകയില്ല. കേവല ഭൂരിപക്ഷ സമ്പ്രദായം സാധാരണയായി ഏറ്റവും വലിയ പാർട്ടിക്കോ സഖ്യത്തിനോ അവരുടെ വോട്ട് വിഹിതം അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ ബോണസ് സീറ്റുകൾ നൽകുന്നു. സ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ രൂപീകരണം സുഗമമാക്കുന്നതിലൂടെ പാർലമെന്ററി ഗവൺമെൻറ് സുഗമമായും ഫലപ്രദമായും പ്രവർത്തിക്കാൻ ഈ സംവിധാനം കാരണമാകുന്നു. ഒരു പ്രദേശത്തെ വ്യത്യസ്ത സാമൂഹിക വിഭാഗക്കാർക്ക് തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന് വിജയിക്കാൻ കേവല ഭൂരിപക്ഷ സമ്പ്രദായം അവസരമൊരുക്കുന്നു. കേന്ദ്രത്തിലും സംസ്ഥാന തലത്തിലും വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ ഇത് വലിയ പാർട്ടികളെ സഹായിച്ചിട്ടുണ്ട്. ഒരു ജാതിയിൽ നിന്നോ സമുദായത്തിൽ നിന്നോ മുഴുവൻ വോട്ടുകളും ഒരു പാർട്ടിക്ക് ലഭിക്കുന്നതിനെയും ഈ വ്യവസ്ഥ നിരുത്സാഹപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നിയോജക മണ്ഡലങ്ങളാണ്. ജനങ്ങളുടെ പ്രതിനിധികളെ
തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ചെറിയ ഭൂമിശാസ്ത്ര മേഖലകളായി തിരിച്ചെടുക്കുന്നു. ഈ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളെയാണ് നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. ഓരോ നിയോജക മണ്ഡലത്തിലും ഏതാണ്ട് തുല്യ ജനസംഖ്യയുണ്ട്. ജനസംഖ്യയുടെ അനുപാതത്തിൽ നമ്മുടെ രാജ്യം ലോകസഭാ മണ്ഡലങ്ങളായും സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളായും വിഭജിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 543 ആണ്. നിലവിൽ കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20 ആണ്. നിലവിലെ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 ആണ്. അടുത്തതായിട്ട് നിയോജക മണ്ഡലങ്ങളുടെ സംവരണമാണ്. അടിച്ചമർത്തപ്പെട്ട സാമൂഹിക വിഭാഗങ്ങൾക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ഒരു മാർഗമെന്ന നിലയിൽ ബ്രിട്ടീഷ് സർക്കാർ നടപ്പാക്കിയത് പ്രത്യേക തിരഞ്ഞെടുപ്പ് മണ്ഡലമാണ്. പ്രത്യേക തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിന് ആ സമുദായത്തിൽപ്പെട്ട വോട്ടർമാർക്ക് മാത്രമേ അർഹതയുണ്ടാകൂ. ഇത് നമ്മുടെ ഉദ്ദേശ്യങ്ങൾക്ക് യോജിക്കില്ലെന്ന് ഭരണഘടനാ അസംബ്ലിയിൽ നിരവധി അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു. അതിനാൽ സംവരണ നിയോജക മണ്ഡലങ്ങളുടെ സമ്പ്രദായം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. സംവരണ നിയോജക മണ്ഡലത്തിൽ ഒരു നിയോജക മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥികൾ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക സമുദായത്തിലോ സാമൂഹിക വിഭാഗത്തിലോ മാത്രമായിരിക്കണം. ലോക്സഭകളിലും സംസ്ഥാന നിയമസഭകളിലേക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഭരണഘടന സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു. തുടക്കത്തിൽ സംവരണം 10 വർഷത്തേക്കാണ് നൽകിയത്. പിന്നീട് തുടർച്ചയായ ഭരണഘടനാ ഭേദഗതികളിലൂടെ ഇത് 2030 വരെ ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംവരണത്തിൻ്റെ കാലാവധി കഴിയുമ്പോൾ അത് ദീർഘിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നത് പാർലമെൻറ്റാണ്. ലോക്സഭയിലെ സീറ്റ് വിഭജനം പട്ടികജാതി വിഭാഗങ്ങൾക്ക് 84 ആണ്. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 47 ആണ്. അടുത്തത് ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളാണ് സംവരണം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിയോജക മണ്ഡലം പുനർനിർണയ കമ്മീഷനാണ്. നിയോജക മണ്ഡലം പുനർനിർണയ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിച്ചു കൊണ്ടാണ് നിയോജക മണ്ഡലം പുനർനിർണയ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ മണ്ഡലങ്ങളുടെയും അതിർത്തികൾ നിർണ്ണയിക്കുക എന്നതാണ് ഈ കമ്മീഷൻ്റെ ലക്ഷ്യം. ഓരോ സംസ്ഥാനങ്ങളിലും എത്ര സംവരണ മണ്ഡലങ്ങൾ ഉണ്ടാകണമെന്ന് ആ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പട്ടികവർഗ അനുപാതമുള്ള മണ്ഡലമാണ് സംവരണം ചെയ്യുക. പട്ടികജാതി വിഭാഗങ്ങളുടെ കാര്യത്തിൽ അതിർത്തി നിർണയ കമ്മീഷൻ 2 കാര്യങ്ങളാണ് പരിഗണിക്കുക. ഏറ്റവും കൂടുതൽ പട്ടികജാതി ജനസംഖ്യ അനുപാതമുള്ള മണ്ഡലങ്ങൾ സംവരണത്തിനായി എടുക്കുന്നു. കൂടാതെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് സംവരണ മണ്ഡലങ്ങൾ വിതരണം നടത്തുന്ന കാര്യത്തിലും ശ്രദ്ധിക്കുന്നു. അതിർത്തി നിർണയ നടപടികൾ കൈക്കൊള്ളുമ്പോൾ ഈ സംവരണ മണ്ഡലങ്ങൾ ഓരോ തവണയും മാറി വരാറുണ്ട്. അടുത്തത് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പാണ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനം തിരഞ്ഞെടുപ്പുകളെ സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ അനിവാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് അടുത്തതായിട്ട് പറയുന്നത്. സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയവയാണ്. അടുത്തത് സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം. വോട്ട് ചെയ്ത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് വോട്ടവകാശം. തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവരെ വോട്ടർമാർ എന്ന് വിളിക്കുന്നു. പിന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് വോട്ടവകാശം. ജാതി, മതം, വംശം, ഭാഷ, ലിംഗം, ജനനസ്ഥലം മുതലായവ കണക്കിലെടുക്കാതെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമാണ്. ഇന്ത്യയിൽ 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. 1905 ശ്രീമൂലം പ്രജാസഭ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശത്തിന് അർഹരായവർ, വാർഷിക നികുതി 50 രൂപയിൽ കുറയാതെ അടയ്ക്കുന്നവർ, വാർഷിക വരുമാനം 2000 രൂപയിൽ കുറയാത്തവർ തുടങ്ങിയവരാണ്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ഭരണഘടന അനുച്ഛേദം 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. 1989 വരെ ഇന്ത്യയിൽ പ്രായപൂർത്തിയായവർ എന്നതിൻ്റെ അർത്ഥം 21 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നായിരുന്നു. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 61 ഭേദഗതി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എല്ലാ പൗരന്മാർക്കും അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാനുള്ള അവസരം പ്രായപൂർത്തി വോട്ടവകാശം ഉറപ്പുവരുത്തി. എങ്ങനെയാണ് ഒരാളെ സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുക എന്നതാണ് അടുത്ത് പറയുന്നത്. നിർദ്ദിഷ്ട ഫോറം 6 അപേക്ഷ നൽകണം.
ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാക്കണം. സമ്മതിദാന പ്രദേശത്ത് 6 മാസ കാലയളവിൽ താമസക്കാരനാവണം. പിന്നെ സ്ത്രീകളുടെ വോട്ടവകാശമാണ് അടുത്തതായിട്ട്. സ്ത്രീകളുടെ വോട്ടവകാശത്തിനായി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് സ്ത്രീ വോട്ടവകാശ പ്രസ്ഥാനം. അമേരിക്കയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷമാണ് 1920. യുണൈറ്റഡ് കിങ്ഡത്തിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1928-ലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുവാനുള്ള അവകാശം നൽകിയ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമാണ് അടുത്തതായിട്ട്. ഓരോ പൗരനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജനങ്ങളുടെ പ്രതിനിധിയാകാനും അവകാശമുണ്ട്. പ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള ഓരോ ഇന്ത്യൻ പൗരനും അയോഗ്യതകൾ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമുണ്ട്. 2 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ അനുഭവിച്ച വ്യക്തികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യരാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശത്തിന് ധനം, വിദ്യാഭ്യാസം, വംശം, വർഗം, ലിംഗം തുടങ്ങിയ യാതൊരു നിയന്ത്രണങ്ങളുമില്ല. വിവിധ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രായപരിധി രാഷ്ട്രപതി 35, ഉപരാഷ്ട്രപതി 35, രാജ്യസഭ 30, ലോക്സഭ 25, സംസ്ഥാന നിയമസഭ 25, നഗരസഭകൾ 21, പഞ്ചായത്ത് 21 അടുത്ത വകുപ്പ് 324(1) വോട്ടർ പട്ടികയുടെ മേൽനോട്ടവും മാർഗനിർദ്ദേശം നൽകലും നിയന്ത്രണവും ഈ ഭരണഘടന പ്രകാരം പാർലമെൻറ്റിലേക്കും ഓരോ സംസ്ഥാനത്തിൻ്റെ നിയമ നിർമ്മാണ മണ്ഡലത്തിലേക്കും നടത്തുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും വേണ്ട സാമുദായിക പട്ടികകൾ തയ്യാറാക്കുന്നതിൻ്റെയും അവയിലേക്കുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും നടത്തുന്നതിൻ്റെയും രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതികളുടെയും മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണവും ഈ ഭരണഘടന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പരാമർശിക്കുന്ന ഒരു കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അടുത്തതായിട്ട്. ഇന്ത്യയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പിൽ മേൽനോട്ടം വഹിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും നിയന്ത്രണങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 324. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് ഓരോ സംസ്ഥാനങ്ങളിലും ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നതും നടത്തുന്നതും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഏകാംഗ സമിതിയോ ഒരു ബഹു-അംഗ സമിതിയോ ആകാം. 1989 വരെ ഇതൊരു ഏകാംഗ കമ്മീഷനായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ബഹു-അംഗ സമിതിയാക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി 1989 പൊതു തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കൂടി നിയമിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇത് വീണ്ടും ഒരു ഏകാംഗ കമ്മീഷനായി പുനഃക്രമീകരിച്ചു. പിന്നെ 1993 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വീണ്ടും ഒരു ബഹു-അംഗ സമിതിയാക്കി മാറ്റി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ. എന്നാൽ മറ്റു തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരേക്കാൾ കൂടുതൽ അധികാരങ്ങൾ അദ്ദേഹത്തിനില്ല. ഒരു കൂട്ടായ സമിതി എന്ന നിലയ്ക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും കമ്മീഷൻ അംഗങ്ങൾക്കും തുല്യ അധികാരമാണ് ഉണ്ടാവുക. ഇന്ത്യൻ ഭരണഘടന ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ട്. നിലവിലെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരുമാണ്. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. ആവശ്യമുള്ളപ്പോഴെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെന്നാണ്. മന്ത്രിസഭയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 45 വയസ്സ് വരെയോ ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. പ്രത്യേക ഭൂരിപക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ മുന്നിൽ 2 ഭൂരിപക്ഷം, സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷം തുടങ്ങിയവയാണ്. പിന്നെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളാണ് അടുത്തതായിട്ട് പറയുന്നത്. നാളിതുവരെയുള്ള
വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നു. രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരുകൾ പട്ടികയിൽ ഉണ്ടാകാതിരിക്കുക, അനർഹരുടെ പേരുകളും നിലവിൽ ഇല്ലാത്തവരുടെ പേരുകളും കടന്നു കൂടുക തുടങ്ങിയ തെറ്റുകൾ ഒഴിവാക്കി വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിന് എല്ലാ പരിശ്രമങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ സമയക്രമം നിശ്ചയിക്കുകയും തിരഞ്ഞെടുപ്പ് സജ്ജീകരണങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപന നിർദ്ദേശക പത്രിക സമർപ്പിക്കേണ്ട തീയതി, പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി, സൂക്ഷ്മ പരിശോധനാ തീയതി, പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി, തിരഞ്ഞെടുപ്പ് തീയതി, വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് തിരഞ്ഞെടുപ്പ്. പിന്നെ സ്വതന്ത്രവും നീതിപൂർവകവുമായ ഒരു തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏതു ഘട്ടത്തിലും തീരുമാനമെടുക്കാനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. രാജ്യത്തോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലോ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷം കലുഷിതമാവുകയും സ്വതന്ത്രവും നീതിപൂർവകവുമായ ഒരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ലാതെ വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ തിരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ഉള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടം കമ്മീഷൻ നടപ്പിലാക്കാറുണ്ട്. ഒരു പ്രത്യേക മണ്ഡലത്തിൽ വീണ്ടും വോട്ടെടുപ്പ് ആവശ്യമായി വന്നാൽ അതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുവാനും കമ്മീഷന് സാധിക്കും. സ്വതന്ത്രവും നീതിപൂർവവുമായല്ല വോട്ടെണ്ണൽ നടന്നതെന്ന് കമ്മീഷന് ബോധ്യം വന്നാൽ വീണ്ടും വോട്ടെണ്ണൽ പ്രഖ്യാപിക്കാനുള്ള അധികാരവും കമ്മീഷനുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അംഗീകാരം നൽകുകയും അവർ ഓരോരുത്തർക്കുള്ള ചിഹ്നം അനുവദിച്ചു നൽകുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയം പാസാക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് മേലുള്ള അധികാരങ്ങളാണ്. അടുത്തായിട്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ വേളയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചു നൽകുന്നു. ഉദ്യോഗസ്ഥരുടെ മേൽ പൂർണ്ണ നിയന്ത്രണം. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും അവരുടെ സ്ഥലമാറ്റം റദ്ദാക്കാനും രാഷ്ട്രീയ നിഷ്പക്ഷതയോടെ പ്രവർത്തിക്കാത്തവർക്കെതിരെ നടപടി എടുക്കാനും കമ്മീഷന് സാധിക്കും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കൊല്ലപ്പെട്ട വർഷം 1991. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തായിട്ട് പഞ്ചായത്തുകളിലേക്കും നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണത്തിന് കാരണമായ ഭരണഘടനാ ഭേദഗതികളാണ് 73-74 ഭേദഗതികൾ. പിന്നെ അടുത്തായിട്ട് മാറുന്ന വോട്ടിംഗ് രീതികൾ. ആദ്യ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഓരോ സ്ഥാനാർത്ഥിയുടെയും പേരും ചിഹ്നവും പ്രദർശിപ്പിക്കുന്ന പ്രത്യേക ബാലറ്റ് പെട്ടികൾ പോളിംഗ് ബൂത്തിൽ ക്രമീകരിച്ചു. വോട്ടർമാർ അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് നീക്കിവെച്ച പെട്ടിയിൽ ശൂന്യമായ ബാലറ്റ് പേപ്പർ ഇടണം. സ്ഥാനാർത്ഥികളുടെ പേരുകളും ചിഹ്നങ്ങളും ഉള്ള ബാലറ്റ് പേപ്പറുകൾ നൽകുന്ന രീതി രണ്ടാം പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ആരംഭിച്ചത്. ഈ രീതി അനുസരിച്ച് ഓരോ വോട്ടറും ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തുകയും ഒരു പൊതു ബാലറ്റ് പെട്ടിയിൽ ഇടുകയും വേണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അവതരിപ്പിച്ചത് 1990-കളുടെ അവസാനത്തോടെയാണ്. ഇന്ത്യയിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായി ഉപയോഗിച്ചത് കേരളമാണ്. പിന്നെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ അനഭിലഷണീയ പ്രവണതകളാണ് അടുത്തായിട്ട് പറയുന്നത്. പണത്തിൻ്റെ സ്വാധീനം. തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അമിതമായി പണം ചെലവഴിക്കുന്നു. പിന്നെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതിക്രമങ്ങളാണ്. പോളിംഗ് ദിനത്തിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ. തിരഞ്ഞെടുപ്പിലെ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും. അടുത്ത ജാതിമത വിഭാഗങ്ങളുടെ സ്വാധീനമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതിമത പരിഗണനകൾ സ്വാധീനം ചെലുത്തുന്നു. സ്ത്രീകളുടെ പ്രാതിനിധ്യ കുറവ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. പാർലമെൻറ്റിലും നിയമസഭകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യ കുറവ്. അടുത്ത തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങളാണ് അടുത്തായിട്ട്. വോട്ടറുടെ ഫോട്ടോയോട് കൂടിയ തിരിച്ചറിയൽ കാർഡ് അവതരിപ്പിച്ച് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിച്ചു തുടങ്ങിയവയാണ്. അടുത്ത രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ചേരുമാറ്റച്ചട്ടം നടപ്പിലാക്കി. തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഏർപ്പെടുത്തി. വോട്ടർമാരുടെ ഫോട്ടോ
സഹിതം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. നിഷേധ വോട്ട് സംവിധാനം ഏർപ്പെടുത്തി. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഉൾപ്പെടുത്തി. അടുത്തൊരു നിഷേധ വോട്ടാണ്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാനുള്ള വോട്ടറുടെ അവകാശം നോട്ടയിലൂടെ നടപ്പിലായി. സ്ഥാനാർത്ഥികളുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നോട്ടയുടെ സ്ഥാനം സ്ഥാനാർത്ഥികളുടെ പേരുകളുടെ അവസാനത്തിലാണ്. വോട്ടർക്ക് നോട്ട ബട്ടൺ അമർത്തി നിഷേധ വോട്ട് രേഖപ്പെടുത്താം. അടുത്ത ബാലറ്റ് പേപ്പറിലെ സ്ഥാനാർത്ഥിയുടെ ചിത്രമാണ്. പേര്, ചിഹ്നം എന്നിവയ്ക്കൊപ്പം സ്ഥാനാർത്ഥിയുടെ ചിത്രം ഉൾപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ഒരേ പേരുള്ള സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവിടെ വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തീരുമാനമെടുത്തത്. ഇത് നിരക്ഷരരായ വോട്ടർമാർക്ക് പോലും അവരുടെ വോട്ടവകാശം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കും. അടുത്ത തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളുമാണ്. ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുന്നതിനായി തുടർച്ചയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് അടുത്തതായിട്ട്: സർക്കാരിനെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്നു, പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നു, രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നു, തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം നേടുന്ന പാർട്ടികൾ സർക്കാർ രൂപീകരിക്കുന്നു, ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടികൾ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നു, സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക, വിവിധ നയങ്ങളും പരിപാടികളും മുന്നോട്ട് വയ്ക്കുന്നു തുടങ്ങിയവയാണ്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് അടുത്തായിട്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഒരു തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്നു. പ്രാദേശിക, ദേശീയ, അന്തർദേശീയ കാര്യങ്ങളിൽ പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും അധികാരത്തിൽ വന്നാൽ പാർട്ടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും പദ്ധതികളും പ്രസ്താവിക്കുന്ന ഒരു ലഘുരേഖയാണിത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏതൊരു വ്യക്തിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം. രാഷ്ട്രീയ പാർട്ടി ദേശീയമോ സംസ്ഥാനമോ ആകാനുള്ള മാനദണ്ഡം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം പ്രവർത്തിക്കുകയും ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന പാർട്ടികളെ സാധാരണയായി ദേശീയ പാർട്ടികൾ എന്ന് വിളിക്കുന്നു. ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംസ്ഥാന പാർട്ടികൾ എന്ന് വിളിക്കുന്നു. അടുത്തത് പോളിംഗ്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വോട്ടർമാർക്ക് തങ്ങളുടെ ഇഷ്ട സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിനായി വോട്ട് ചെയ്യാം. രഹസ്യ ബാലറ്റ് പേപ്പറിൽ ആണ് മുൻകാലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. അടുത്തത് വോട്ടെണ്ണലാണ്. പോളിംഗ് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ സുരക്ഷിതമായ സ്ഥലത്ത് ഇത് സൂക്ഷിക്കുകയും പിന്നീട് ഇത് ഒരു നിശ്ചിത ദിവസം വോട്ടെണ്ണലിനായി എടുക്കുകയും ചെയ്യുന്നു. ഉപതിരഞ്ഞെടുപ്പ്. അടുത്തത് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി ഓഫീസിലിരിക്കെ മരണപ്പെടുകയോ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുകയോ രാജി പോലുള്ള കാരണങ്ങളാൽ ആ മണ്ഡലത്തിൽ ജനപ്രതിനിധിയുടെ ഒഴിവ് വരികയോ ചെയ്താൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പിനെ ഉപതിരഞ്ഞെടുപ്പ് എന്ന് വിളിക്കുന്നു. ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും നിരവധി നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. പഞ്ചായത്ത്, മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾക്കും ഇതേ തത്വം ബാധകമാണ്. ഓരോ ഗ്രാമവും പട്ടണവും നിയോജക മണ്ഡലങ്ങൾ പോലെയുള്ള വ്യത്യസ്ത വാർഡുകളായി തിരിച്ചിരിക്കുന്നു. ഓരോ വാർഡും ഗ്രാമത്തിലെയോ നഗര തദ്ദേശ സ്ഥാപനത്തിലെയോ ഒരു അംഗത്തെ തിരഞ്ഞെടുക്കുന്നു. ചിലപ്പോൾ ഈ നിയോജക മണ്ഡലങ്ങൾ സീറ്റുകളായി കണക്കാക്കുകയും ഓരോ നിയോജക മണ്ഡലവും നിയമസഭയിലെ ഒരു സീറ്റിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. അടുത്ത ദേശീയ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥ നേടിയെടുത്തിരിക്കണം. അതിലെ വ്യവസ്ഥയാണ് അടുത്തതായിട്ട് പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ആകെ പോൾ ചെയ്ത സാധുവായ വോട്ടിൻ്റെ 6% നേടിയിരിക്കണം. കൂടാതെ ഏതെങ്കിലും സംസ്ഥാനത്തോ സംസ്ഥാനങ്ങളിലോ നിന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിലെങ്കിലും വിജയിച്ചിരിക്കണം തുടങ്ങിയവയാണ്. അഡീഷണൽ ഇൻഫോ ആണ് അടുത്തതായിട്ട്. ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥയും പാലിച്ചിരിക്കണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2% സീറ്റുകളിൽ വിജയിച്ചിരിക്കണം. ഇത് ഏതെങ്കിലും 3 സംസ്ഥാനങ്ങളിൽ നിന്നുമായിരിക്കണം. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായി അംഗീകരിച്ചിരിക്കണം തുടങ്ങിയവയാണ് ദേശീയ പാർട്ടികൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, പിന്നെ ഭാരതീയ ജനതാ പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ആം ആദ്മി പാർട്ടി,
പിന്നെ അതിൻ്റെ വർഷം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 അതിൻ്റെ എന്താ പറയുക കൈപ്പത്തിയാണ് അതിൻ്റെ ചിഹ്നം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യൻ്റെ 1964 ചുറ്റിക അരിവാൾ നക്ഷത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ 1980 താമരയാണ്. ബഹുജൻ സമാജ് പാർട്ടി 1984 ആനയാണ്. നാഷണൽ പീപ്പിൾസ് പാർട്ടി 2013 പുസ്തകമാണ്. ആം ആദ്മി പാർട്ടി 2012 ചൂലാണ്. 2023 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായി അംഗീകാരം നൽകിയത് ആം ആദ്മി പാർട്ടിയാണ്. 2023 നാഷണൽ പാർട്ടി പദവി നഷ്ടമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, തൃണമൂൽ കോൺഗ്രസ്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നിവയ്ക്കാണ്. അടുത്തത് സംസ്ഥാന പാർട്ടിയാണ്. ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥ നേടിയെടുത്തിരിക്കണം. അതാത് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത് സാധുവായ വോട്ടിൻ്റെ 6% നേടിയിരിക്കണം. കൂടാതെ പ്രസ്തുത സംസ്ഥാനത്ത് 2 നിയമസഭാ സീറ്റുകളിൽ വിജയിച്ചിരിക്കണം തുടങ്ങിയവയാണ്. പിന്നെ അഡീഷണൽ ഇൻഫോ: ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥയും പാലിച്ചിരിക്കണം. അതായത് സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത് സാധുവായ വോട്ടിൻ്റെ 6% നേടിയിരിക്കണം. കൂടാതെ പ്രസ്തുത സംസ്ഥാനത്ത് ഒരു ലോക്സഭാ സീറ്റിൽ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ അതാത് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3% സീറ്റുകളിലെ വിജയമോ പ്രസ്തുത സംസ്ഥാനത്തെ 3 നിയമസഭാ സീറ്റുകളിലെ വിജയമോ ഏതാണ് കൂടുതൽ അത് നേടിയിരിക്കണം. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് അനുവദിച്ചിട്ടുള്ള ലോക്സഭാ സീറ്റുകളിൽ ഓരോ 25 സീറ്റുകളിലും ഒരെണ്ണം എന്ന കണക്കിലുള്ള വിജയം. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത സാധുവായ വോട്ടിൻ്റെ 8% നേടിയിരിക്കണം തുടങ്ങിയവയാണ്. പിന്നെ രജിസ്ട്രേഡ് പാർട്ടികളാണ്. ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്ത ധാരാളം പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടികളായതിനാൽ രജിസ്ട്രേഡ് പാർട്ടികൾ എന്ന് വിളിക്കുന്നു. പിന്നെ അടുത്തത് മുന്നണി രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പുമാണ്. തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന പാർട്ടികൾ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ സഖ്യമുന്നണികൾ രൂപീകരിക്കുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നു. ഇതാണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത്. മുന്നണി രാഷ്ട്രീയത്തിലൂടെ മുന്നണികൾ വിജയിച്ചു അധികാരത്തിൽ വരുമ്പോൾ രൂപീകരിക്കുന്ന സർക്കാരുകൾ മുന്നണി സർക്കാരുകളാണ്. കേരളത്തിൽ ആദ്യമായി മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത് 1960കളിലാണ്. തിരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രമാണ് അടുത്തതായിട്ട്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയ സാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖയാണ് തിരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ മുൻനിർത്തിയാണ് തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്തുന്നത്? അഭിപ്രായ സർവേകൾ, മാധ്യമ വിശകലനം, അഭിമുഖങ്ങൾ, എക്സിറ്റ് പോളുകൾ, മുൻ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. പെരുമാറ്റച്ചട്ടവും നിയമങ്ങളുമാണ് അടുത്തതായിട്ട്. വോട്ടർമാർക്ക് കൈക്കൂലി നൽകുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ അവരോട് അപേക്ഷിക്കുക, ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് 25 ലക്ഷം രൂപയ്ക്കോ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് 10 ലക്ഷം രൂപയ്ക്കോ മുകളിൽ ഉപയോഗിക്കുന്നത്. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ വോട്ടർമാരെ ആകർഷിച്ചാൽ ആ സ്ഥാനാർത്ഥി അയോഗ്യനാക്കപ്പെടും. ഇനി അടുത്തത് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്: തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏതെങ്കിലും ആരാധനാലയം ഉപയോഗിക്കുക. പിന്നെ രണ്ടാമത് സർക്കാർ വാഹനങ്ങൾ, വിമാനങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരെ തിരഞ്ഞെടുപ്പിന് സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത് തുടങ്ങിയവയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്.